പിണറായി വിജയനൊക്കെ ഒരുപാട് ശാരീരിക പ്രശ്നമുള്ളതാണ്. പുള്ളിയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അമ്മയുടെ മനസ്സെന്ത് പറയുന്നത്? അദ്ദേഹത്തിന് ഇനി ഒരുപാട് കഷ്ടപ്പാടാണോ? അയ്യപ്പ സ്വാമിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കും, വിടില്ല. മമ്മൂട്ടിയുടെ അവസ്ഥ എങ്ങനെ? രോഗമൊക്കെ മാറി ഇനിയിപ്പോൾ സെറ്റപ്പ് ആവുമോ? അദ്ദേഹത്തിന് ഇപ്പം സമയം വളരെ മോശമാണ്, സമയവും മോശമാണ്. പിന്നെ ഏതോ ഒരു കർമ്മഫലം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ആ ചെറുക്കൻ സിനിമ ക്ലച്ച് പിടിക്കുമോ? പ്രണവ് മോഹൻലാലിൻ്റെ അത്ര വരത്തില്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ എവിടെ കാണും ആൾ, എവിടെ കാണത്തില്ല, ഒന്നും അറിയത്തില്ല. രണ്ടും കൽപ്പിച്ചൊരു പോക്കാണ്. പാറയിൽ കാണുമോ, മരത്തിന് മുകളിൽ കാണുമോ, അവിടെ കാണുമോ, ഇവിടെ കാണുമോ, ഒന്നും അറിയത്തില്ല. ആളുടെ പേര് ആര്യ അംബിക ഭാസ്കർ. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അമ്മയോട് ചോദിച്ചറിയാറുണ്ട്. നമുക്കിനി ആളെന്ന് തപ്പി കണ്ടുപിടിക്കാം. വാ, എൻ്റെ പുറകെ വാ. ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ലല്ലോ. ചേട്ടാ, ഇത് എവിടെ പോയി നോക്കുമല്ലോ. ഇനി ഇതിന് കിട്ടുമല്ലോ? ഇവിടെ ഇല്ല. ഇതിനകത്തുണ്ടോ? നോക്കട്ടെ. ഇതിനകത്തും ഇല്ലല്ലോ. പക്ഷേ ഇത് എവിടെ പോയി നോക്കുമല്ലോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനകത്തില്ലല്ലോ. അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? ഇനി ഇതിൻ്റെ കിഴുത്തല്ലോ ഉണ്ടോ? അവിടെ ഇല്ല. എവിടെ ചെന്ന് ഇതിന് സാറിന് ഇവിടേക്കാണല്ലോ ഇരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് പോയോ? സാറിന് മിക്കപ്പോഴും ഇവിടെ വെച്ചാൽ കാണുന്നത്, അവിടെയും കാണുന്നില്ലല്ലോ. ആര്യംബികമ്മ, വിളി കേൾക്കുന്നില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇനി മേലോട്ട് പോയി നോക്കട്ടെ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. അമ്മ വല്ല അറിയുന്നുണ്ടോ? കേരളത്തിൽ കിടക്കുന്ന പുകിലുകൾ സർവത്ര എണ്ണം അടി തുടങ്ങി. കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റും എന്ന് വേണ്ട സകല എണ്ണം അടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ പ്രമാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടടിയാ. ഇവിടെ വല്ലതും ഉണ്ടോ? ഏത് സമയത്ത് എവിടെയും കാണുമ്പോൾ മാട്ടോ, ഒന്നും പറയാൻ ഒക്കത്തില്ല. എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദോണ്ടിരിക്കുന്നു കേട്ടോ, കണ്ടുപിടിച്ച അവസാനം. ഇതൊന്നും അറിയാതെ ഇങ്ങനെ വേറെ ഏതോ ലോകത്തിലാണ്. അമ്മേ, എവിടെയൊക്കെ തപ്പിയെന്നറിയാമോ? ഇനി അന്വേഷിക്കുക ഒരു സ്ഥലം പോലും ഇല്ല. ഞാൻ ആ കാട് മൊത്തം തപ്പി കിടന്ന അമ്മേ. അമ്മ വല്ല അറിയുന്നുണ്ടോ? നമുക്ക് ഇവിടെ ഇരുന്നാൽ മതിയോ? കേരളത്തിൽ കിടക്കുന്ന പൂരം എല്ലാം അമ്മ അറിയുന്നുണ്ടോ? അമ്മേ, ഒന്നും അറിയുന്നില്ല. എല്ലാം അറിയുന്നുള്ളത് എനിക്കറിയാം, ഒന്നും പറയാത്തതാ. ഒരുപാട് അലഞ്ഞിരിഞ്ഞിട്ട് അവസാനം അമ്മയെ കണ്ടുപിടിച്ചു. സാധാരണയായിട്ട് ദൈവങ്ങൾ ഇരിക്കുന്ന എവിടെയാണ്? വലിയ അമ്പലങ്ങളൊക്കെ കെട്ടി അതിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ആര്യാംബിക ഇരിക്കുന്നത് ഈ ഒരു പീഠത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ അമ്മയുടെ തല അധികം വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. അല്ല, ഞങ്ങളുടെ ക്യാമറയ്ക്ക് വിഷയമാണ്. അമ്മയുടെ മുഖം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് പ്രേക്ഷകർ പേടിക്കണ്ട. അപ്പോൾ ഇവിടെ ഇരിക്കുക. അപ്പോൾ അത്രയും വലിയ തലയാണ് അമ്മയുടെ. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, പിന്നെ നിയമസഭ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കൂട്ടയടിയായിരിക്കും, ശത്രുക്കളെ പോലെ ആയിരിക്കും ഒരു വീട്ടിലെ ചേട്ടൻ തന്നെയാണ് പെരുമാറുന്നത്. കൂട്ടയടിയെന്ന് മാത്രമല്ല, ഇലക്ഷൻ സമയമാകുമ്പോൾ മറ്റ് പാർട്ടികളിലുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് പ്രലോഭിപ്പിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് മനസ്സില്ലാ മനസ്സോടെ അവരെ ഈ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നിട്ട് കൊട്ടിഘോഷിച്ച് ഇന്ന പാർട്ടിയിലുള്ള ഇന്ന സ്ഥാനത്തിരുന്നവർ ആ സ്ഥാനം മാറി നമ്മുടെ പാർട്ടിയിലോട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് TV കൂടിയും പത്രത്തിൽ കൂടിയും വാട്സപ്പിൽ കൂടിയൊക്കെ പരസ്യം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അവർ ചതിക്കും. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ IPS ശ്രീലേഖ വരെ മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അവരെയൊക്കെ വെറുതെ കരിവേപ്പിലോട്ട് കളയുമായിരിക്കോ? അതൊന്നും നമുക്ക് അല്ല. അവരൊക്കെ നല്ല സ്ഥാനത്ത് ഇരുന്നത് കൊണ്ട് അവർക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പൊ സ്ഥാനം കിട്ടിയത് അവർക്ക്. നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്തുവാ? നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തെ ഒരുപാട് പേര് ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തെ ഇഷ്ടമാണ്. ബോബി ചെമ്മണ്ണൂരിനെ ഇഷ്ടമാണ്. അമ്മയുടെ സംഭവം പവർ ഫാസിന്റെ കാര്യം അറിയായിരുന്നോ? പവർ ഫാസിന്റെ മുടി കിളിച്ചു തുടങ്ങി, അസുഖം ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? അത് കൃത്യമായിട്ട് പുള്ളിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. അമ്മ ഒരു ഭയങ്കരമായിട്ടൊരു പ്രവചനം നടത്തി. പവർ ഫാസിനെ അലട്ടുന്ന എന്തോ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മ കൃത്യമായിട്ട് പ്രവചിച്ച് അത് പവർ ഫാസിന്റെ ചെവിയിലെത്തി. അതിനുശേഷം പുള്ളി ജിമ്മിൽ പോകുന്നുണ്ട്, മുടി വളരെയുള്ള മരുന്ന് വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. അമ്മ വല്ല അറിഞ്ഞായിരുന്നോ? അമ്മയ്ക്ക് അത് എങ്ങനെ മനസ്സിലായി പവർ ഫാസിന് അസുഖം ഉണ്ടെന്നുള്ള കാര്യം? നമുക്ക് ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ കാണുമ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ട് അറിയാം. അല്ല, അത് ആ പറഞ്ഞതിന് ശേഷം പുള്ളി ഇപ്പൊ സിനിമയിൽ ഭയങ്കര താരമായിട്ട് മാറിയില്ല, സൂപ്പർ സ്റ്റാർ ആയില്ലയോ? അമ്മയ്ക്ക് അറിയായിരുന്നു ഫസ്റ്റ് ഫാസിൽ സൂപ്പർ സ്റ്റാറായിട്ട് മാറുമെന്ന് അറിയായിരുന്നോ? അദ്ദേഹത്തിന്റെ ഈ രോഗം മാറി ആരോഗ്യവാനായാൽ അദ്ദേഹം നല്ലതാകും. മാറിയല്ലോ അല്ലേ? അപ്പൊ അമ്മയുടെ ഒറ്റ പ്രവചനത്തിലൂടെ ഫസ്റ്റ് ഫാസിൽ നല്ല ചുള്ളനായിട്ട് ഇപ്പോൾ ആട്ടിച്ച് തകർക്കുകയാണ്. ആ രോഗം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് അറിയായിരുന്നു അല്ലേ ഫസ്റ്റ് ഫാസിലിന്റെ? അത് ഈ രക്തത്തെയോ ശരീരത്തെയോ ബാധിക്കുന്ന ഒരു രോഗമാണ് ഫഹദ് ഫാസിലിന്. ഇനി വേറെ ആർക്കെങ്കിലും മലയാള സിനിമയിൽ വല്ല പ്രശ്നം ഉണ്ടോ അമ്മേ? ഒന്ന് പറ. അമ്മ ധ്യാനത്തിലേക്ക് പോയി. ഇനി നമ്മൾ ഞെട്ടിക്കുന്ന ആ സത്യങ്ങൾ അറിയാൻ പോവുകയാണ്.
അമ്മ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ സിനിമ എങ്ങനെ കാണുന്ന കൂട്ടത്തിലല്ല. ഇപ്പോഴത്തെ ഒരു നടന്മാരെയും നമുക്കറിയില്ല. മമ്മൂട്ടി, മോഹൻലാല്, പിന്നെ പഴയ ആൾക്കാരെയൊക്കെ അറിയാം. ഇപ്പോഴുള്ള നടന്മാർ മമ്മൂട്ടിയുടെ അവസ്ഥ ഇങ്ങനെ രോഗം മാറി ഇനിയിപ്പോൾ സെറ്റപ്പ് ആവുമോ? അദ്ദേഹത്തിന് രോഗം മാറുന്ന ലക്ഷണമാണ് കാണുന്നത്. ആണോ? മാറിയിട്ടില്ലെന്നാ? ഇല്ല ഇല്ല, മാറിയിട്ടില്ല. പക്ഷെ മാറ്റമുണ്ട്, കുറച്ച് മാറ്റമുണ്ട്. പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. ഇല്ല ഇല്ല, പൂർണ്ണമായിട്ട് ഭേദമാകണമെങ്കിലും കുറേ സാധാരണ ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും. ഇദ്ദേഹത്തിന് പെട്ടെന്ന് മാറാൻ സാധ്യത കുറവാണ്. പക്ഷെ മാറും. അദ്ദേഹത്തിന് ഇപ്പം സമയം വളരെ മോശമാണ്. ഇപ്പോഴല്ലേ സമയവും മോശമാണ്. പിന്നെ ഏതോ ഒരു കർമ്മഫലം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്ത എന്തോ ഒരു തെറ്റ് അദ്ദേഹത്തെ പിന്തുടരുകയാണ് അല്ലേ? അതിന് പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പുള്ളിക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് പറയുന്നത്. അദ്ദേഹത്തിനൊരു മതത്തെ വിശ്വാസമുണ്ട്. അപ്പം എല്ലാ മതവും ഉൾക്കൊള്ളുന്ന ദൈവത്തെയാണ്. ആ ദൈവത്തെ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായച്ചിത്തങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ സിനിമയിൽ ഇനി അവസരങ്ങളുണ്ടാകാം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ കാര്യം വലിയ കഷ്ടമാണെന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ അവസ്ഥ എങ്ങനെ അമ്മ ഒന്ന് അതുകൊണ്ടൊന്ന് പറഞ്ഞാൽ ഇനി പുള്ളിയുടെ പടങ്ങളൊക്കെ വിജയിക്കും. അതിനും ഓരോന്നിനും ഓരോ സമയമുണ്ട്. അമ്മ വേറെ ഏതോ ലോകത്തിലോട്ട് പോയി. ഇനി കുറച്ച് കഴിഞ്ഞ് മോഹൻലാലിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ കാണുന്നില്ല എന്നാണ്, കൊച്ചു കൊച്ചു രോഗങ്ങൾ എല്ലാവർക്കും ഉള്ളതല്ലേ, അതുപോലെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണാം. അല്ല വലുത് മമ്മൂട്ടിയും രക്ഷപ്പെടും, ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. സമയം മോശം, കുറച്ച് സമയം പിടിക്കും രക്ഷപ്പെട്ടു വരാൻ. മോഹൻലാലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് എനിക്കറിയാം. അമ്മയ്ക്ക് ഓരോ നിമിഷം ടക്കെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ മനസ്സ് വേറെ എവിടെ പോകുന്നത്. ഇപ്പോൾ തിരിച്ചു വരാൻ ഈ സമയം എടുക്കും കേട്ടോ. ഇനി ഞാനും അമ്മയും തമ്മിലുള്ള കറക്റ്റ് വേവ് ലെങ്ത് എനിക്ക് മനസ്സിലാകുമ്പോൾ അമ്മയുടെ വൈബ്രേഷൻ എന്നിലേക്ക് വരുന്നുണ്ട്. എനിക്കറിയാൻ പറ്റുമത്. മോഹൻലാല് നമ്മൾ കാണുമ്പോൾ വലിയ സ്റ്റാറാണ്. അദ്ദേഹം ചിരിച്ച് കളിച്ച് ഭയങ്കരമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ദുഃഖങ്ങളുണ്ട്. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞ പോലെ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദുഃഖങ്ങൾ. എന്താ ലാലേട്ട പറ, ഞങ്ങളോട് തുറന്നു പറ. ഞങ്ങൾ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ലാലേട്ട ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നതാണ് അമ്മ പറയുന്നത്. അതെന്താണ്? ബിസിനസ് സംബന്ധമായിട്ടാണോ? മോനെ കൊണ്ടാണോ? അതോ എന്തായിരിക്കും? സിനിമ പ്രശ്നമാണോ? മകനെ കൊണ്ടാകാൻ. മകൻ നല്ല പയ്യനാണെന്നല്ലേ നമുക്കറിയില്ല. പയ്യനെ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ നല്ലതായിട്ടാണ് കാണുന്നത്. അല്ല, ആ ചെറുക്കൻ സിനിമ ക്ലച്ച് പിടിക്കുമോ? പ്രണവ് മോഹൻലാലിന്റെ അത്ര വരത്തില്ല. വന്നു പോകുന്നു, അത്രേ ഉള്ളൂ അല്ലേ? മോഹൻലാൽ ആവത്തില്ല. നമ്മുടെ മമ്മൂട്ടിയുടെ ദുൽഖർ സൽമാനോ? അതൊന്ന് പറയാമേ. അദ്ദേഹവും ഈ മമ്മൂട്ടിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ പേരും പ്രശസ്തിയും വെച്ച്, പിന്നെ കുറച്ച് കഴിവുമുണ്ട്. അപ്പോൾ ഇതാണ് മോഹൻലാലിൻ്റെ എനിക്ക് ഏറ്റവും വലിയ സംഭവിച്ചത്. മോഹൻലാലിന് എന്തോ പറയാൻ പാടില്ലാത്ത എന്തോ ദുഃഖം ഉണ്ടെന്നുള്ളത്. അത് പുത്ര ദുഃഖം അല്ല, വേറെ എന്തോ ഉണ്ട് അല്ലേ? നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോഴേ നിയമസഭ ഇലക്ഷൻ വരാൻ പോവുക. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കുമോ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമോ? അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? കമ്മ്യൂണിസ്റ്റ് വേണ്ടേ? ശബരിമല എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത്. ഇപ്പം നിങ്ങളായാലും ഏതൊരു മതവിഭാഗക്കാരായാലും അവർക്ക് അവരുടേതായ ഒരു ആചാര രീതിയുണ്ട്. അമ്മ അത് കമ്മ്യൂണിസ്റ്റിനെ എതിർക്കുന്ന ആളല്ലേ? ഇല്ല, ഞാൻ എതിർക്കില്ല. അതിൽ നല്ലവരെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റിനോട് നമുക്ക് താല്പര്യമാണ്. ശബരിമലയിലൊക്കെ ഇത്രയും ക്രൂരത കാട്ടണമെങ്കിൽ ആരെയും ദൈവത്തിനെ പോലും വെറുതെ വിട്ടില്ലെങ്കിൽ മനുഷ്യനെ വെറുതെ. അപ്പൊ എന്നാലും അമ്മയുടെ മനസ്സ് പറയുന്നത് കേരളം ഇനി ഭരിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസ്സിൽ ഇത് കിട്ടും. പക്ഷേ അവർ ശശി തരൂരിനെയൊക്കെ മുൻനിർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല വിജയം ഉണ്ടാകും. ശശി തരൂർ ബിജെപിയിലോട്ട് പോയോ? അമ്മയ്ക്ക് അറിയത്തില്ല, എന്നോട് ചോദിക്കുവാന്നോ? അത് മറ്റേ വിദേശത്ത് ഏതോ രാജ്യത്ത് പോയി എന്തോ കാര്യങ്ങൾ നോക്കാനല്ലേ അദ്ദേഹം പോയത്. ശശി തരൂർ ബിജെപിയിലോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. പോകുമോ ഇല്ലയോ? അമ്മയുടെ മനസ്സെന്താ പറയുക? അമ്മയുടെ ജ്ഞാനദൃഷ്ടിയിൽ എന്ത് തെളിയുന്നത്? കോൺഗ്രസ് തന്നെയാണ് ഇഷ്ടം. ആണോ? ഇനി പക്ഷേ കേരളത്തിൽ പല പ്രമുഖരും ബിജെപി അടിച്ചു മാറ്റും അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? അതുണ്ട്. അമ്മ എഴുന്നേക്കെ ഭയങ്കര വെയിൽ. ഈ അമ്മയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ പൊതു സ്വത്തായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം അറിയുന്ന ആര്യ അംബിക എന്ന് പറയുന്നുണ്ടല്ലോ, ചെറിയൊരു സംഭവമല്ല. അപ്പോൾ കൃത്യമായിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. അമ്മ കൃത്യമായിട്ട് നിലപാടുള്ള ഒരാളാണ്. എനിക്ക് അത്ഭുതപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ശരീരത്തിലുള്ള ഭദ്രകാളി ഒന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥ വല്ലതും ആണോ? അമ്മയുടെ ശരീരത്തിൽ ഭദ്രകാളിയിൽ വരുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അല്ല. ഭദ്രകാളിയല്ല അമ്മയുടെ ഉപാസന ദൈവം അല്ലേ? ഭദ്രകാളിയും ശിവനും. അപ്പൊ ഇത് അമ്മയുടെ രൂപമാറ്റമൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അത് ഇവിടത്തെ നാട്ടുകാർക്കറിയാം. നമ്മൾ തിളയ്ക്കുന്ന പൊങ്കാല കൈകൊണ്ട് കോരി മുഖത്ത് എടുക്കും. ആണല്ലേ?
കൈ കൊണ്ട് തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈ കൊണ്ട് ഒരു മുഖത്തേക്ക് അതിവിടെ വരുന്ന ഭക്തർക്കറിയാം. അതൊന്നും പൊള്ളത്തൊന്നുമില്ല. നമ്മളപ്പോൾ അറിയില്ല, പൊള്ളിയൊന്നുമില്ല. അപ്പം അമ്മ തിരുവനന്തപുരം ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, തിരുവനന്തപുരം നിവാസിയാണ്ടാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും? BJP ഭരിക്കുമോ, കോൺഗ്രസ് ഭരിക്കുമോ, LDF ഭരിക്കുമോ? ഒറ്റ ചോദ്യം. ഇതാണ് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം. ഇനി BJP-യിൽ IPS ശ്രീലേഖ എന്നറിഞ്ഞു, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ. കമ്മ്യൂണിസ്റ്റിൽ ആരാ വല്ല അറിയാം? കമ്മ്യൂണിസ്റ്റിന്റെ ഇത് 3 പേരിലും അറിഞ്ഞാൽ മാത്രമേ നമുക്ക്. എന്നാൽ മനസ്സ് നമ്മുടെ ചിന്തയിലായിരിക്കും നിൽക്കുന്നത്. കൂടുതൽ സാധ്യത ഏതായിരിക്കും? സാധ്യത പറഞ്ഞാൽ മതി. നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ ഒന്നുകിൽ BJP-യോട് നമുക്ക് എതിർപ്പുണ്ട് അങ്ങനെ പറയുന്നെന്ന് വരും, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോട് നമുക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് പറയുന്നെന്ന് പറയും. ഇലക്ഷനും ഒരാഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് ഞാൻ വിളിച്ച് ഇല്ല, നിങ്ങൾ ആദ്യം 3 പാർട്ടിയും തരിക, 3 പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തികളെ തരിക, കഴിയുമെങ്കിൽ അവരുടെ ഓരോ ഫോട്ടോ കൊടുത്തരിക. തന്നു കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് ഈ ഇലക്ഷന് ഒരാഴ്ചക്ക് മുമ്പ് അതെ തന്നെ, അത് ജയിച്ചാലല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാരാണെന്ന് പറഞ്ഞുതരാം. ഇനി അമ്മയ്ക്ക് അമ്മ മറ്റേ കടലിൽ തീ കത്തുന്ന കാര്യം പറഞ്ഞെന്ന് പറയുന്നു, എയർ ഇന്ത്യ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞു. ഇനി എന്തെങ്കിലും അനർത്ഥം സംഭവിക്കാൻ സാധ്യത? അതുപോലെ എല്ലാരും പറഞ്ഞല്ലോ മുല്ലപ്പെരിയാറിന്റെ കാര്യം അന്ന് നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടില്ല. ഇനി എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇനി കേരളം വലിയ ആപത്തിലാണ്. നമ്മൾ ഈ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് പോലെ അല്ല, ഭീകരവാദികൾ ധാരാളമുണ്ട്. കേരളത്തിന്റെ കാര്യം പ്രശ്നമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. കേരളം കത്തും. കേരളം കത്തുന്നതല്ല, ബോംബിടുവോ? അതോ അതായത് കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കുക ഭീകരവാദത്തിൽ കൂടി. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് ലോക തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നമ്മുടെ മോദിജിയുടെ ഭരണം നല്ലതാണ്, ഇല്ലാന്ന് പറയാമോ? പിണറായി വിജയൻ, അയ്യോ, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ തന്നെ പേടിയാണ്. പേടിയല്ലേ? അദ്ദേഹത്തെ പറ്റി മോദിജി നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. എന്താ പിണറായി വിജയനെ പേടിക്കുന്നത്? എന്താ പിണറായി വിജയനെ ഭയക്കാൻ കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിരുന്നു, അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഏതൊരു പാർട്ടിയുടെ ഭരണാധികാരിയും കുറച്ചൊക്കെ നമ്മൾ മനുഷ്യരാണ്, പൈസ കാണുമ്പോൾ കുറച്ച് നമ്മൾ എടുക്കും. അത് മുഖ്യമന്ത്രിയും മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണം. പിണറായി വിജയനൊക്കെ ഒരുപാട് ശാരീരിക പ്രശ്നമുള്ളതാണ്. പുള്ളിയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അമ്മയുടെ മനസ്സെന്ത് പറയാം? അദ്ദേഹത്തിന് ഇനി ഒരുപാട് കഷ്ടപ്പാടാണോ? രോഗം കൊണ്ട് ബുദ്ധിമുട്ടും അല്ലേ? രോഗം കൊണ്ടും ബുദ്ധിമുട്ടും. അദ്ദേഹം അയ്യപ്പസ്വാമിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കും. വിടില്ല. അമ്മയുടെ രൂപം തന്നെ മാറി, അത് അമ്മയുടെ ശരീരം തന്നെ മാറി കേട്ടോ. എനിക്ക് എൻ്റെ ദേഹത്തൂടെ ആ വൈബ്രേഷൻ കയറി അങ്ങ് അടിച്ച് പെട്ടെന്ന്. അല്ല, അയ്യപ്പസ്വാമി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കയറി വൈബ്രേറ്റ് ആയത് കണ്ട. ഇച്ചിരി മുമ്പ് ആൾ മാറി. അമ്മ ഭദ്രാളി വന്നത് അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നോ? പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പോയി. അയ്യപ്പസ്വാമിയെ തൊട്ട് കഴിച്ചാൽ അവൻ്റെ ആഫീസ് പൂട്ടും അല്ലേ? വിടില്ല. പ്രമുഖ വ്യക്തികളിൽ അയ്യപ്പസ്വാമിയെ തൊട്ടിട്ടുള്ളവരാരായാലും, അത് പിണറായി തൊട്ടോ ഇല്ലേ നമ്മൾ കണ്ടില്ല, അയ്യപ്പസ്വാമിയെ കട്ടളപ്പടി വരെ ഇളക്കണമെങ്കിൽ എന്തുമാത്രം ക്രിമിനലും എന്തുമാത്രം ഭയമില്ലായ്മയും ഉണ്ടായിരിക്കണം. അവർ കൃത്യമായിട്ട് ഇതൊന്നും വെച്ച് അനുഭവിക്കാൻ അവർ ചോര തൂപ്പിച്ചാവും ഇല്ലേ അമ്മേ? അതാ പറയുന്നത്. വിടില്ല. അമ്മയ്ക്ക് കരിപ്പാ. ഇമാതിരി തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യം കോപിക്കും. അപ്പോൾ എന്തായാലും കാര്യം ചെയ്യാം. അമ്മ ഇവിടെ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അനർത്ഥമായിട്ട് ഒന്നും സംഭവിക്കാതെ അമ്മയെ ദൈവം കാക്കട്ടെ. അല്ലെങ്കിൽ 5 തലയുള്ള ആ സർപ്പം അല്ലേ? ഇവിടെ 5 തലയുള്ള സർപ്പം ഉണ്ടല്ലോ. ഏത് സമയത്തും ഇവിടെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി 5 തലകൾ ഇവിടെ ഉണ്ടോ? ഇവിടെ കാണാറുണ്ടോ? ഇല്ല, നിങ്ങൾ ഉദ്ദേശത്തോടു കൂടി വന്നേണെങ്കിൽ. അപ്പോൾ ഇവിടെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു 5 തലയുള്ള സർപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അമ്മയുടെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇത് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തിരസ്കരിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും സ്വീകരിക്കാനും തള്ളാനുള്ള എല്ലാ അധികാരമുണ്ട്. അപ്പോൾ ശരി ഏത് തെറ്റേത് അത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.